അടുത്തിടെ കണ്ട എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു കോട്ടുണ്ട്. അതിങ്ങനെയാണ്: ഡു നോട്ട് ഹാം എനിവൺ, അറ്റ് ദ സെയിം ടൈം ഡു നോട്ട് അലൗ എനിവൺ ടു ഹാം യു. അതായത് നമ്മൾ ആരെയും അങ്ങോട്ട് പോയി ഉപദ്രവിക്കരുത്, അതേസമയം നമ്മളെ ഉപദ്രവിക്കാൻ ആരെയും അനുവദിക്കുകയും ചെയ്യരുത്. ഇതിനോട് ചേർത്ത് വെക്കാവുന്ന വളരെ അർത്ഥവത്തായ ഒരു പഴയ കഥയുണ്ട്. ഒരിടത്ത് ഉഗ്രവിഷമുള്ള ഒരു പാമ്പുണ്ടായിരുന്നു. അത് അടുത്തുള്ള ഗ്രാമത്തിലെ ആളുകൾക്കൊക്കെ ഒരു പേടി സ്വപ്നമായിരുന്നു. വഴിയിൽ കാണുന്ന ആളുകളെയൊക്കെ ആ പാമ്പ് കടിക്കുമായിരുന്നു. അങ്ങനെ കുറേ അധികം ആളുകൾക്ക് ആ പാമ്പ് മൂലം ജീവൻ നഷ്ടപ്പെട്ടു. ഒരു ദിവസം മഹാനായ ഒരു സന്യാസി ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് ആ സന്യാസിയെ ചെന്ന് കണ്ട് ആ പാമ്പ് മൂലം തങ്ങൾക്കുള്ള ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് അപേക്ഷിച്ചു. സന്യാസി സമ്മതിച്ചു. അദ്ദേഹം ആ പാമ്പിനോട് ഇനി ആ ഗ്രാമവാസികളെ കടിക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ടു. പാമ്പ് അത് സമ്മതിക്കുകയും ചെയ്തു. ഏകദേശം 1 മാസത്തിന് ശേഷം സന്യാസി മടക്കയാത്രയിൽ വീണ്ടും ആ ഗ്രാമത്തിലെത്തി. അദ്ദേഹം പക്ഷെ അവിടെ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു. അവിടുത്തെ ആളുകൾ ആ പാമ്പിനെ കല്ലെറിയുന്നു. അതിൻ്റെ ദേഹം മുഴുവന് മുറിവാണ്, രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്നു. അത് ആ ആളുകളുടെ ഉപദ്രവം മുഴുവന് നിശബ്ദം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്യാസിയെ കണ്ടപ്പോൾ പെട്ടെന്ന് ആളുകൾ പാമ്പിനെ ഉപദ്രവിക്കുന്നതൊക്കെ നിർത്തി അവിടെ നിന്ന് ഓടിപ്പോയി. അദ്ദേഹം ആ പാമ്പിൻ്റെ അടുത്തേക്ക് ചെന്നു. പാമ്പ് വളരെ സങ്കടത്തോടുകൂടി സന്യാസിയോട് പറഞ്ഞു, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, പക്ഷെ ഞാൻ തിരിച്ച് ഉപദ്രവിക്കില്ല എന്നറിഞ്ഞതു മുതൽ ഈ ഗ്രാമവാസികൾ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് തന്നെയല്ലായിരുന്നോ ശരിയായ കാര്യം? സന്യാസി അതിന് മറുപടിയായിട്ട് പറഞ്ഞു, നീ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഒട്ടും തന്നെ ശരിയല്ലായിരുന്നു. ഒരു കാര്യമില്ലാതെ ആളുകളെ അങ്ങോട്ട് പോയി ഉപദ്രവിക്കുന്നത് ശരിയായ ഒരു കാര്യമേ അല്ല. എന്നാൽ അതുപോലെ തന്നെ ഇപ്പോൾ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് നിന്റെ നേരെ വരുന്ന എല്ലാ ഉപദ്രവങ്ങളും നിശബ്ദമായി സഹിക്കുക എന്നുള്ളത്, അതും ഒട്ടും തന്നെ ശരിയായ രീതിയല്ല. ഗ്രാമവാസികളെ കടിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നെ തടഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷേ നിന്റെ ജീവന്റെ ഉത്തരവാദിത്തം നിനക്ക് തന്നെയായിരുന്നു. അതിൽ നിന്നും നിന്നെ സംരക്ഷിക്കാൻ നീ തന്നെ ശ്രമിക്കണമായിരുന്നു. ചെറിയൊരു കഥയാണെങ്കിലും ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. അതായത് ഈ കഥയിൽ സംഭവിച്ചതുപോലെ ആരെങ്കിലും നമ്മളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ മനഃപൂർവ്വം ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അതെല്ലാം നിശബ്ദം സഹിച്ച് പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു തരത്തിലും ഗുണം ചെയ്യില്ല. അത് ദോഷം മാത്രമേ ഉണ്ടാക്കൂ. നമ്മുടെ ശാരീരിക, മാനസിക, വൈകാരിക ആരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമുക്ക് മാത്രമാണ്. അത് നമ്മൾ തന്നെ ഏറ്റെടുത്തേ മതിയാവും. ആരും അത് നമുക്ക് വേണ്ടി ഏറ്റെടുക്കില്ല. നമുക്ക് വേണ്ടിയുള്ള ഡിഫൻസ് മെക്കാനിസം അത് നമ്മൾ തന്നെ കണ്ടെത്തണം. കൃത്യമായി എന്താണ് വേണ്ടത് എന്നത് ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കുക. അത്തരം സാഹചര്യങ്ങളിൽ നിന്നും അകലം പാലിക്കുക എന്നുള്ളതാണെങ്കിൽ അങ്ങനെ. പുറമെ സംഭവിക്കുന്നതൊന്നും നമ്മളെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ മനക്കരുത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ അങ്ങനെ. നമ്മുടേതായ രീതിയിൽ അവിടെ പ്രതികരിക്കുക എന്നുള്ളതാണെങ്കിൽ അങ്ങനെ. ഇനി അതല്ല, വളരെ ഗൗരവമേറിയ തരത്തിലുള്ള സാഹചര്യങ്ങളാണെങ്കിൽ അവിടെ ശക്തമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ. അതായത് നമ്മളെ അത്തരം ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ എന്താണോ നമുക്കവിടെ ന്യായമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങൾ ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ മറ്റൊരാളെയും ഒരു തരത്തിലും ഉപദ്രവിക്കാൻ നമുക്ക് യാതൊരു അവകാശവും ഇല്ല. അതുപോലെ തന്നെ നമ്മളെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ മറ്റൊരാൾക്കും തന്നെ അവകാശമില്ല എന്നുള്ളതും മനസ്സിലാക്കുക. അത് ഏതെങ്കിലും രീതിയിൽ ലംഘിക്കപ്പെടുന്നു എന്ന് കണ്ടാൽ അവിടെ നമ്മളെ പ്രതിരോധിക്കാനുള്ള ശരിയായ മാർഗങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുക. അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ ജീവിതം നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അത് പൂർണ്ണമായും ഏറ്റെടുക്കാൻ തയ്യാറാവുക. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.